എന്നെ തല്ലല്ലേ അച്ഛ എന്ന് ഒരു പെൺകുട്ടി വാവിട്ട് നിലവിളിക്കുന്നു. അരിവാള് കൊണ്ട് ഒരാൾ ആ പെൺകുട്ടിയെ വെട്ടാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. മുടിക്കുത്തിനെ പിടിച്ച് ആക്രമിക്കുന്നു. ഇത് കണ്ടാൽ എൻ്റെയും നിങ്ങളുടെയും നെഞ്ച് ഉലയുക തന്നെ ചെയ്യും. അത് എന്ത് തരത്തിലുള്ള ആക്രമണമാണ് എന്ന് നമ്മുടെ നെഞ്ചുലയും നമ്മുടെ കണ്ണുകൾ നിറയും. അയാളെ കയ്യിൽ കിട്ടിയാൽ രണ്ട് പൊട്ടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഇതിപ്പോൾ പ്രാങ്ക് വീഡിയോകളുടെ കാലമാണ്. എന്താണ് പലതരത്തിലാണ് ആളുകൾ പ്രാങ്ക് വീഡിയോ എടുക്കുന്നത്. അടുത്ത ദിവസം ബംഗാളിൽ നിന്ന് ഒരു വാർത്ത അറിഞ്ഞത് കുഴിമാടം പൊളിച്ചിട്ട് അസ്ഥികൂടം പുറത്തെടുത്ത് ഒരുത്തൻ അസ്ഥികൂടത്തിൻ്റെ ഒപ്പം ഇരുന്ന് സെൽഫി എടുത്തു എന്നാണ്. അവനെ പോലീസ് പിടിച്ച് അകത്താക്കി. വേറൊരുത്തൻ ചെയ്തത് റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പാഞ്ഞു വരുന്നു. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കമിഴ്ന്ന് കിടക്കുകയാണ്. ഭാഗ്യം കൊണ്ട് അവൻ ചത്തില്ല. ട്രെയിൻ പാസ് ചെയ്ത് പോയപ്പോൾ അവനൊരു വീഡിയോ കിട്ടി. ഇതൊക്കെയാണ് ട്രെൻഡ്. എന്താണ് പ്രാങ്ക് വീഡിയോ, സെൽഫി വീഡിയോ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ എടുക്കുന്നത് ട്രെൻഡാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയെ തലമുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് അരിവാളിനെ വെട്ടാനോങ്ങുന്ന വീഡിയോ പ്രാങ്ക് വീഡിയോ എന്നാണ് ഈ അടിക്കുന്ന ആളും ചില നാട്ടുകാരും പറയുന്നത്. സംഭവം കണ്ണൂർ, നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവമാണ്. കണ്ണൂർ ചെറുപുഴയിൽ അച്ഛൻ്റെ പേര് ജോസ് എന്നാണ്. മകളുടെ പേര് റിവീൽ ചെയ്യാൻ കഴിയുകയില്ല. അച്ഛൻ മകളെ മർദ്ദിക്കുന്ന വീഡിയോയാണ്. അതിൻ്റെ സംഭവ കഥ പറയുന്നത് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആ പെൺകുട്ടിയുടെ അമ്മ അച്ഛനുമായി പിണങ്ങി കഴിയുകയാണ്. ആ അച്ഛനുമായി പിണങ്ങി കഴിയുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടിക്ക് 8 വയസ്സേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ അമ്മ ഒരു തരത്തിലും അടുക്കുന്നില്ല. പെൺകുട്ടിയെ കാണാൻ അമ്മ കൂട്ടാക്കുന്നേയില്ല. പെൺകുട്ടിക്ക് അമ്മയെ കാണണം. അച്ഛനും ഏതെങ്കിലും വിധത്തിൽ പെൺകുട്ടിയുടെ ആഗ്രഹം സഫലമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അമ്മയെ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തിക്കണം. പല മാർഗങ്ങൾ തേടി ബന്ധുക്കളോട് പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. പല വിധത്തിലും ശ്രമിച്ചു നോക്കിയിട്ടും ഈ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയെ കാണാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ചെയ്ത ഒരു പ്രാങ്ക് വീഡിയോയാണ്. പെൺകുട്ടിയെ അച്ഛൻ നിരന്തരം മർദ്ദിക്കുന്നുണ്ട്, ക്രൂരമായി ആക്രമിക്കുന്നുണ്ട്, ഇനിയെങ്കിലും വന്ന് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകൂ എന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ വീഡിയോയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം, ഒന്ന് ആ പെൺകുട്ടിയുടെ അമ്മയുടെ മാനസികാവസ്ഥ. എന്തുകൊണ്ടാകാം അവർ ഈ രക്ഷിതാവിനെ, ഈ അച്ഛനെയും മകളെയും ഉപേക്ഷിച്ച് പോയത്? അതിൻ്റെ കാരണം എന്താണ്? അതിന് ഈ പോലീസുകാരും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും, വനിതാ കമ്മീഷനോ അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനോ ശിശുക്ഷേമ സമിതിയോ ഒക്കെ അന്വേഷിക്കേണ്ട കേസാണ്. അവരിതിനകത്ത് ഇടപെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുടുംബം ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടോ? വനിതാ കമ്മീഷനിൽ കേസുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടോ? അതൊക്കെ ഏജൻസികൾ അന്വേഷിക്കേണ്ട സംഭവമാണ്. ഇതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ അവർ അന്വേഷിക്കണം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ വീഡിയോ മാത്രമേ ഉള്ളൂ. വീഡിയോയിൽ കണ്ട കാര്യവും നമ്മൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന കാര്യം മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനകത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും വളരെ ക്രൂരമായ ദൃശ്യങ്ങളാണ് ഇതിൽ കാണുന്നത്. മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെയൊക്കെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുമുണ്ട്. പക്ഷേ ഇതിനകത്ത് പോലീസുകാരോട് നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇവിടെ ചെറുപുഴയ്ക്കടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, എത്രയും വേഗം സ്ഥലത്തെത്തണം. പോലീസുകാർ സ്ഥലത്തെത്തിയപ്പോൾ അച്ഛനും മകളും പറഞ്ഞു, ഇത് പ്രാങ്ക് വീഡിയോയാണ്, അമ്മയെ വീട്ടിലെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് എന്നാണ് ഈ അച്ഛനും മകളും പറഞ്ഞത്. അതുകൊണ്ട് പോലീസുകാർക്ക് കേസെടുക്കാൻ നിവർത്തിയില്ല, ഇത് അഭിനയിച്ചതാണ്, അല്ലാതെ എന്നെ അച്ഛൻ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്നാൽ നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഈ അച്ഛൻ നിരന്തരം പെൺകുട്ടിയെ ഉപദ്രവിക്കാറുണ്ട് എന്നാണ്. നിരന്തരം പെൺകുട്ടിയെ ഉപദ്രവിക്കാറുണ്ട് എന്നും ഈ വീട്ടിൽ പ്രശ്നമാണ്, ഈ പെൺകുട്ടിക്ക് അച്ഛനിൽ നിന്ന് മർദ്ദനമേൽക്കാറുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടുകൂടി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരുപക്ഷേ എങ്കിൽ ഈ കേസ് വലിയ ഇഷ്യൂ ആയി മാറാം. ഏതായാലും ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ മറ്റേ ശിശുക്ഷേമ സമിതിയുമൊക്കെ ഈ വിഷയത്തിൽ ഇതിനകം തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവർ ഈ കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അത് ഏറെ വേദനാജനകമാണ്. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ കൂടിയാണിത്. മറ്റൊന്ന് നമുക്കറിയാം, എറണാകുളത്ത് നടന്ന സംഭവം നമ്മുടെ നെഞ്ച് പൊട്ടിക്കുക മാത്രമല്ല, കണ്ണുകളെ തുറപ്പിച്ചിട്ടുമുണ്ട്. 4.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏകദേശം 1.5 വർഷമായി പീഡനത്തിന് അച്ഛൻ്റെ അനുജൻ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ ആ കുട്ടിയെ കൊണ്ട് പുഴയിലെറിഞ്ഞ് കൊല്ലുന്നു. ഇതൊക്കെ കേട്ടുകഴിവില്ലാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ ഒരു 8 വയസ്സുകാരിയെ അച്ഛൻ മുടിക്കുത്തിന് പിടിച്ചിട്ട് അരിവാൾ കൊണ്ട് വെട്ടാനോങ്ങുന്ന ക്രൂരമായ ദൃശ്യം പുറത്തു വരുന്നു.
അതെന്നിട്ട് പ്രാങ്കാണെന്ന് പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതിനകത്തുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അതിനകത്ത് ഒരുപാട് ഏജൻസികളുണ്ട്. ബാലാവകാശ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, അതുപോലെ പോലീസുണ്ട്, ശിശുക്ഷേമ സമിതികളുണ്ട്. അവരേതായാലും ഈ കേസിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കട്ടെ. ഇത് പ്രാങ്കാണെങ്കിൽ പോലും ഇത്തരം പ്രാങ്കുകൾ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കപ്പെടേണ്ട പ്രാങ്കുകളാണ് എന്നൊരിക്കൽ കൂടി പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കട്ടെ.